ആളുകളുടെ സംസാരത്തിന് പല ശൈലികളാണ് അല്ലേ? നല്ല ഉദ്ദേശത്തിൽ സ്നേഹത്തോടെ പറയുന്നതായിരിക്കും, പക്ഷേ കേൾക്കുന്ന ആൾക്ക് ചിലപ്പോൾ അതൊരു വലിയ സങ്കടമായിട്ട് മാറും. നമ്മൾ ആഗ്രഹിച്ചത് എങ്ങനെയാണോ അങ്ങനെ തന്നെ ആളുകൾ നമ്മളോട് സംസാരിച്ചോളണമെന്നൊന്നുമില്ല. അത് അവരുടെ കഴിവ് കേടോ സ്നേഹമില്ലായ്മയോ ഒന്നുമല്ല, അതവരുടെ ശൈലി ആയതുകൊണ്ടാണ്. കേട്ട കാര്യങ്ങളിൽ സംശയങ്ങളുണ്ടെങ്കിലേ നമ്മൾ ഒന്നുകൂടെ വീണ്ടും ചോദിച്ചാൽ മതി. നിങ്ങൾ എന്തേ അങ്ങനെ പറഞ്ഞേ, എന്തേ ഉദ്ദേശിച്ചേ, എനിക്കിങ്ങനെയൊക്കെയാണ് മനസ്സിലായത് എന്ന് പറഞ്ഞാൽ പറഞ്ഞതിൽ എന്തെങ്കിലും പിഴവുകളുണ്ടെങ്കിൽ അയാൾക്കത് തിരുത്താൻ പറ്റും. അല്ല, നമ്മൾ മനസ്സിലാക്കിയതാണ് തെറ്റിപ്പോയതെങ്കിൽ നമുക്കതൊന്നുകൂടെ ക്ലിയർ ആക്കാനും പറ്റും അല്ലേ? പ്രിയമുള്ളവരെ, നമ്മളെ വർത്തമാനത്തിനുണ്ട് ഇതുപോലൊരു ശൈലി. പിഴവുകളും പാളിച്ചകളും പോരായ്മകളും ഒക്കെയുള്ളൊരു ശൈലി. എല്ലാ സമയത്തും പെർഫെക്റ്റായിട്ട് വർത്തമാനം പറയാനേ നമ്മളാരും പടച്ചോനൊന്നും അല്ലല്ലോ.